ഹായ്, ഇന്നത്തെ ഒരു ഓൾഡ് ജഗ്, അത് പൊട്ടിയ ജഗ്ഗാണ്. അപ്പോൾ അത് ഈ ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ ഓൾഡ് ജഗ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഹാൻഡിൽ, അതായത് ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ജഗ്ഗിൻ്റെ ഹാൻഡിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ പൊട്ടിയ ഭാഗം നമുക്ക് ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് പൊട്ടിയ ഭാഗം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ 3 സ്തൂപങ്ങൾ, അതായത് 3 ഭാഗത്തേക്കായിട്ട് നമുക്ക് ത്രികോണം രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ വരച്ചെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻ്റ് അല്ലെങ്കിൽ വാൾപുട്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ വെള്ളം ചേർത്ത് കൂടുതൽ വെള്ളമാവാത്ത രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ ആ ഫെവിക്കോൾ എടുത്തതിന് ശേഷം നമ്മൾ വരച്ച ആ ഭാഗത്ത്, അതായത് ത്രികോണം രീതിയിൽ വരച്ച ഭാഗത്ത് നമ്മൾ ഈ ഫെവിക്കോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്, അതായത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ചെറിയ ഉരുളകളാക്കി നമ്മൾ ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട്, ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗത്ത് നിന്ന് 1 തുടങ്ങി നമ്മൾ 2, 3, 4 എന്ന രീതിയിൽ നമ്മൾ കീഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വൈറ്റ് സിമെൻറ്റ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഇതേപോലെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഇടതുഭാഗവും അതേപോലെ തന്നെ വലതുഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ആറിയിട്ട്, അതായത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി 2 ഭാഗവും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗവും ചെയ്യുമ്പോൾ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജഗ്ഗിൻ്റെ 3 ഭാഗവും നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി ഇതൊന്ന് സെറ്റ് ആവണം. ഇതൊന്ന് സെറ്റായതിനു ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സീസാൻഡാണ്, അതായത് കടൽപ്പൂഴിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് സാൻഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി മരത്തിൻ്റെ പൊടി വേണമെങ്കിൽ നമുക്ക് അതായും ഉപയോഗിക്കാം. ഇനി നമ്മൾ വീണ്ടും ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ആ ഫെവിക്കോൾ എടുത്ത ശേഷം അതായത് നമ്മൾ സിമെൻറ്റ് ഉരുട്ടി വെക്കാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഫെവിക്കോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത്, അതായത് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാൻഡ് നമ്മൾ വിതറി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം നമ്മൾ സാൻഡ് വിതറിയെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള 2 ഭാഗങ്ങളിലും ഇതേപോലെ നമ്മുടെ സാൻഡ് വിതറിയെടുക്കാം. അപ്പോൾ അത് ജഗ്ഗിൻ്റെ സിമെൻറ്റ് ഉരുട്ടി വെക്കാത്ത എല്ലാ ഭാഗങ്ങളിലും നമ്മൾ സാൻഡ് ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം വിതറിയെടുത്തു. ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മളൊരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെയുള്ള ബട്ടൺസ്, അത് നമുക്ക് ഫാൻസി കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട്, അതായത് നമ്മൾ സാൻഡ് വിതറിയതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ 6 പീസുകൾ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് 3 ഭാഗത്തും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3 ഭാഗത്ത് നമ്മൾ ആ ബട്ടൺസുകൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അതായത് ബോർഡറിൽ, അതായത് മുകൾ ഭാഗത്തെ ബോർഡറിൽ നമ്മൾ ഇതേപോലെ ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബട്ടൺസുകൾ ഒട്ടിച്ചു. പിന്നെ നമ്മൾ മുകൾ ഭാഗത്ത് ബോർഡർ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഉരുളകളുടെ മുകളിൽ, നമ്മൾ ഉരുട്ടി വെച്ച ഉരുളകളുടെ മുകളിൽ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഡോട്ട് കൊടുക്കാം. അത് ഹാഷ് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളകളുടെ മുകളിലൊക്കെ നമ്മൾ നടുഭാഗത്തായിട്ട് ഡോട്ട് കൊടുത്തു. ഹാഷ് കളർ ഡോട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ വേസിലേക്ക് വേണ്ട ചെടി ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മരത്തിൻ്റെ കമ്പുകൾ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഒരു 3 മരത്തിൻ്റെ കമ്പുകൾ ഇതേപോലെ യോജിപ്പിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് ഫ്ലവറുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടിക്ക് വേണ്ടുന്ന ഫ്ലവറുകളും ലീഫുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത് ഇതേപോലെയുള്ള
ഡിസ്പോസിബിൾ സ്പൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ പിടിക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം 5 സ്പൂണുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവറുകളൊക്കെ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലീഫുകളും നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മരത്തിലേക്ക്, അതായത് നമ്മുടെ കമ്പുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കമ്പുകളിൽ നമ്മുടെ ലീഫുകളും അതേപോലെ തന്നെ ഫ്ലവറുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. കമ്പുകളിൽ ഒട്ടിച്ച ലീഫുകളല്ലാതെ നമ്മൾ കുറച്ച് നീളത്തിലുള്ള ലീഫുകൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ചെടി നമുക്ക് നമ്മുടെ പോട്ടിലേക്ക്, അതായത് നമ്മുടെ ഫ്ലവർ വേസിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. തെർമോകോളിൻ്റെ ചെറിയ പീസുകളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സാൻഡ് അതിലേക്ക് ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ചെടി നമ്മൾ ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ മുകൾ ഭാഗം വരെ നമുക്ക് സാൻഡ് ചൊരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗത്ത് നമ്മുടെ നീളത്തിലുള്ള ലീഫുകൾ നമുക്ക് ഇതേപോലെ കുത്തി കൊടുക്കാം, അതായത് ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ ഈ ലീഫുകൾ നമുക്ക് വേണ്ട രീതിയിൽ വളച്ചെടുക്കാനൊക്കെ കഴിയും. കാരണം അതിൻ്റെ അടിഭാഗത്ത് നെയ്സ് കമ്പി കൊടുത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തതാണ്. Try to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Got a build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile. അപ്പോൾ അതാ നമ്മുടെ പൊട്ടിയ ജഗ് വെച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ അതാ ഫ്ലവർ വേസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ചെടിയും ഫ്ലവറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ഏത് തരത്തിലുള്ള ഫ്ലവർ വേണമെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടിയ ജഗ് കൊണ്ടുള്ള ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away.